വാർത്തകൾ തുടരുന്നു. ആധുനിക യുഗത്തിൽ വിജ്ഞാനം നേടാൻ പല മാർഗങ്ങളുണ്ടെങ്കിലും പുസ്തകങ്ങൾ വായിച്ചു കിട്ടുന്ന അറിവുകൾ മാനസിക വികാസത്തിനും കൂടി ഉപകാരപ്പെടുമെന്ന് ET ടൈസൺ MLA. പ്രാദേശിക ഫണ്ട് ഉപയോഗിച്ച് മണ്ഡലത്തിലെ എല്ലാ UP ഹൈസ്കൂൾ ലൈബ്രറികൾക്കുള്ള പുസ്തക വിതരണത്തിന്റെ മണ്ഡലതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു MLA. കയ്പമംഗലം മണ്ഡലം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി അക്ഷര കൈരളിയുടെ ഭാഗമായി കലാമുറ്റം ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലാണ് പരിപാടി നടക്കുന്നത്. ബാലസാഹിത്യം ഉൾപ്പെടെ കേരളത്തിലെ പ്രശസ്തരായ പ്രസാധകരുടെ അടക്കം 3 ലക്ഷം രൂപയുടെ പുസ്തകങ്ങളാണ് വിതരണം ചെയ്യുന്നത്. അഴീക്കോട് ഇർഷാദ് മുസ്ലിം UP സ്കൂളിൽ നടന്ന പുസ്തക വിതരണ ചടങ്ങിൽ എറിയാട് ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സഹറാബി ഉമർ അധ്യക്ഷനായി. കൊടുങ്ങല്ലൂർ BPC മോഹൻരാജ് മുഖ്യാതിഥിയായി. വാർഡ് മെമ്പർ പ്രസീന റാഫി, പ്രധാന അധ്യാപിക ബീന, കലാമുറ്റം എക്സിക്യൂട്ടീവ് മെമ്പർ നൌഷാദ് കൈതവളപ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. കയ്പമംഗലം കോഴിപ്പറമ്പിൽ ചാത്തൻ സേവാ മഠത്തിൽ തിരുവെള്ളാട്ട് മഹോത്സവം നടത്തി. ഇതോടനുബന്ധിച്ച് മുത്തപ്പനും ഭദ്രകാളിക്കും കളമെഴുത്തും പാട്ടും, അയ്യപ്പൻ പാട്ട്, ഭജന, കാവടിച്ചിന്ത്, റിഫൈൻ റാത്തീബ്, ശീവേലി, പകൽപൂരം, കേളി, പറ്റ്, തായമ്പക, വെള്ളാട്ട് പൂജ, ചാത്തൻ സ്വാമിക്ക് കളമെഴുത്തും പാട്ടും തുടങ്ങിയവ നടന്നു. തൃശൂരിലെ എഴുത്തുകാരുടെ സംഘടനയായ സർഗസ്വരം മലയാള സിനിമയുടെ സഞ്ചാരപഥങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചർച്ച സംഘടിപ്പിച്ചു. സർഗസ്വരം പ്രസിഡന്റും ചലച്ചിത്ര സംവിധായകരുമായ കാവിൽ രാജ് ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ വിഗതകുമാരൻ മുതലുള്ള മലയാള സിനിമയുടെ 90 വർഷത്തെ സംഭവബഹുലമായ ചരിത്രം സതീഷ് കുമാർ വിശാഖപട്ടണം അവതരിപ്പിച്ചു. ഡോക്ടർ ജെയിംസ് ചിറ്റിലപ്പള്ളി, CP സറീന, സതീഷ് മാമ്പ്ര, ജോയ് ചിറമേൽ, സുദർശൻ സുകുമാരൻ നായർ തുടങ്ങിയ എഴുത്തുകാർ ആശംസാ പ്രസംഗങ്ങൾ നടത്തി. പാട്ടോർമ്മകൾ അറ്റ് 365 എന്ന ലേഖന പരമ്പരയിലൂടെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ച സതീഷ് കുമാർ വിശാഖപട്ടണത്തെ ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തെ വനിതകളുടെ വരവേൽപ്പ് കൂടിയാക്കി മാറ്റുകയാണ് തൃശൂരിലെ വനിതകൾ. ഇതിന്റെ ഭാഗമായി തൃശൂരിൽ സ്ത്രീകളുടെ മെഗാ തിരുവാതിര സംഘടിപ്പിച്ചു. വടക്കുനാഥ ക്ഷേത്ര മൈതാനിയിൽ ഇന്ന് വൈകിട്ട് 4 മണിക്കാണ് മെഗാ തിരുവാതിര ആരംഭിച്ചത്. തെക്കേ ഗോപുരനടയിൽ 100 കണക്കിന് സ്ത്രീകൾ തിരുവാതിരയ്ക്ക് ചുവടുവെച്ചതോടെ സ്വരാജ് റൗണ്ട് സംഗീതത്തിൽ അലിഞ്ഞു ചേർന്നു. ജനുവരി 3 മോദി പങ്കെടുക്കുന്ന 2 ലക്ഷം വനിതകൾ സംബന്ധിക്കുന്ന മഹിളാ സമ്മേളനം. വൈകിട്ട് 3 മണിയോടെ തൃശൂരിലെത്തുന്ന നരേന്ദ്രമോദി സ്ത്രീകളുടെ യോഗത്തിൽ അഭിസംബോധന ചെയ്യും. ഇനി സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 3 പീടിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രദേശത്ത് ബെന്നി ബെഹനാൻ MPയുടെ ആസ്തി വികസന ഫണ്ട് വിനിയോഗിച്ച് മിനി മാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചു. ദേശീയപാതയെ അപകടരഹിത പാതയാക്കുന്നതിനായി കയ്പമംഗലത്ത് ജനകീയ കൂട്ടായ്മയിൽ നടത്തിവന്ന ചുക്കുകാപ്പി വിതരണത്തിന് താൽക്കാലിക വിരാമം. സമഗ്ര ശിക്ഷ കേരളം മതിലകം BRCയുടെ നേതൃത്വത്തിൽ ഇൻക്ലൂസീവ് കായികോത്സവം സംഘടിപ്പിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.